ഹായ് ഹലോ എല്ലാവർക്കും മൈ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിഗിനേഴ്സിന് വളരെ പ്രയോജനകരമാകുന്ന ഒരു ഹെയർ ക്ലിപ്പിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഓണ സമയത്ത് ഇതൊക്കെ നല്ലതായിട്ട് സെയിലാവുന്നതാണ്. ഞാൻ ഓണത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഗ്ലിറ്റർ ഷീറ്റ് ഏത് കളറായാലും കുഴപ്പമില്ല. അല്ല നിങ്ങൾക്ക് ഗ്ലിറ്റർ ഷീറ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസ് തന്നെ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഞങ്ങൾ ആദ്യം മുതലേ കൊടുക്കുന്നത്. ഇപ്പോഴും ആ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് ഒരു സ്റ്റെൻസിലും ഇത് പെയറായിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന സ്റ്റെൻസിൽ. ഇത് രണ്ടും ഒരു പെയറായിട്ട് 25 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ ഡ്രോ ചെയ്തെടുക്കുക എന്നാണ്, വരച്ചെടുക്കുക, ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് പുതിയതായിട്ട് ഹെയർ ആക്സസറീസിൻ്റെ ബിസിനസ്സൊക്കെ തുടങ്ങുന്നവർ ഒത്തിരി ക്യാഷൊക്കെ കൊടുത്തിട്ട് ഒത്തിരി വില കൂടിയ ഐറ്റംസൊക്കെ വാങ്ങിച്ച് ഹെയർ ബോ ചെയ്താൽ ചിലപ്പോൾ പെട്ടെന്ന് സെയിലാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ വില കുറച്ച് അഫോർഡബിൾ പ്രൈസിലൊക്കെ കിട്ടുന്ന ഐറ്റംസ് വാങ്ങിയിട്ട് ചെയ്യുന്നതായിരിക്കും ബിഗിനേഴ്സിന് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മളിത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം രണ്ട് സൈഡും കൂടെ നമുക്ക് മടക്കി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇങ്ങനത്തെ ഹെയർ ക്ലിപ്പ് ചെയ്യാൻ അറിയാൻ തോന്നുന്നു. എങ്കിലും അറിയാത്ത കുറച്ച് പേരെങ്കിലും കാണുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 7000 ഗ്ലൂ ആണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് 6000 അല്ലെങ്കിൽ ഫെവി ബോണ്ടോ ഏതെങ്കിലും ഒരു ഗ്ലൂ ഉപയോഗിക്കാം കേട്ടോ. ഇതിന് നമുക്ക് ഗ്ലൂവിൻ്റെ വലിയ പ്രശ്നം വരുന്നില്ല. ഇത് പെട്ടെന്ന് സ്റ്റിക്ക് ആയിക്കോളും. നമുക്ക് ഇതുപോലൊരു ചെറിയ പീസും കൂടെ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ പീസ് ചെയ്യുമ്പോൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യരുതെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് ഹെയർ ബോയിൽ ഇത് അത്ര എഫക്റ്റീവ് അല്ല ഗ്ലൂ ഗണ്ണ്. ഇങ്ങനത്തെ ക്ലിപ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഗ്ലൂ ഗണ്ണ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഗ്ലൂ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 5 മിനിറ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, എന്നാലേ അത് നന്നായിട്ട് നമുക്ക് സെറ്റായി കിട്ടത്തുള്ളൂ. നമുക്കിത് അലിഗേറ്റർ ക്ലിപ്പിലോട്ട് സ്റ്റിക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റെൻസിലുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. അല്ല നിങ്ങളുടെ കയ്യിൽ ഹാഫ് ബീഡ് അങ്ങനെ ഏതെങ്കിലും ബീഡ്സ് ഐറ്റം ഉണ്ടെങ്കിൽ നമുക്കതും കൂടെ ഒന്ന് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കിത് ഓണ സീസണിലൊക്കെ നന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കമൻറ്റ്സ് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.